10-12 വർഷം മുമ്പാണ്. നടത്തിപ്പിലെ ക്രമക്കേടുകളെക്കുറിച്ച് ആദ്യമേ പരാതികളുണ്ടായിരുന്നു. പെട്ടെന്നാണ് കുറെ ഷോക്കിംഗ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നത്. പിന്നെ പബ്ലിക് മൂവ്മെന്റ് ഉണ്ടായി. കോർട്ട് ഇടപെട്ടു. ത്രേസ്യ ഗീവർ അറസ്റ്റിലായി. അവരിപ്പോ അടുത്ത ദിവസം ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അവരെ കണ്ടാൽ മിസ്റ്റർ ഐസക്കിന് ഡീറ്റെയിൽസ് വല്ലതും കിട്ടിക്കൂടുന്നില്ല. ബട്ട് അവരൊരു വല്ലാത്ത പ്രകൃതക്കാരിയാണ്. ഐസക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവരെവിടെയാണ് താമസിക്കുന്നത് അറിയാമോ? എക്സാക്ട് ആയിട്ട് അറിഞ്ഞുകൂടാ. അവർ നീലഗിരി തന്നെയാണ്. ഷീകസ്കോട്ടെ നമ്പർ ടെലിഫോൺ ഡയറക്ടറി നോക്കിയാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. താങ്ക് യു സർ. ഇവിടെ എസ്റ്റേറ്റ് നടത്തിയിരുന്ന ശ്രീ മാത്യു പോൾ 1956 ഈ അനാഥാലയത്തിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുത്തു. എനിക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് അറിയണം. എനിക്ക് എന്റെ അച്ഛനമ്മമാരെ കുറിച്ച് അറിയണം. അച്ഛനമ്മമാരെ കുറിച്ച് അറിയണം. എന്നിട്ട് നിങ്ങൾക്ക് പൈതൃകത്തെ കുറിച്ച് അഹങ്കരിക്കണം. ഇല്ല, എനിക്കറിയാമെങ്കിലും ഞാനത് പറഞ്ഞു തരില്ല. എന്നോട് എന്തിനാണ് ഇങ്ങനെ ഹാർഷാവുന്നത്? കഴിയുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ. കാരണം അച്ഛനമ്മമാരെ പറ്റി അറിഞ്ഞാൽ ഇവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് പൈതൃകം വീണ്ടു കിട്ടിയ അഹന്തയായിരിക്കും. അത് പാടില്ല. ആരും അങ്ങനെ പൈതൃകത്തെ കുറിച്ച് ഓർത്ത് അഹങ്കരിക്കണ്ട. എന്റെ അമ്മ ഒരു വേശ്യയായിരുന്നു. തന്തയില്ലാത്തവളായിട്ടാണ് ഞാൻ വളർന്നത്. 12ാമത്തെ വയസ്സിൽ ഞാൻ എത്തിപ്പെട്ടത് ഒരു വേശ്യാലയത്തിലായിരുന്നു. ഞാൻ ചെയ്തത് എന്താണെന്നല്ലേ? വേശ്യകളുടെ കുട്ടികളെ, പിഴച്ചു പിറന്ന കുട്ടികളെ, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ എല്ലാം എടുത്തു വളർത്തി. എന്നിട്ട് സമ്പന്നന്മാർക്ക് വിറ്റു. എന്റെ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ വിവരം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാം ഞാൻ നശിപ്പിച്ചു. കരുതിക്കൂട്ടി. നിങ്ങൾ ആരാണെന്നല്ലേ? ഒരു വേശ്യയുടെ മകനാവാം, അല്ലെങ്കിൽ പിഴച്ചു പറ്റതാവാം. മോൾക്ക് ദുഃഖം ഉണ്ടാവും, ശരിയാണ്. എന്നെങ്കിലും മോൾക്ക് ദുഃഖം സഹിക്കാൻ കഴിയാതെ ആവുമ്പോ ടീച്ചറിന്റെ ഇതുവരെ പറയാത്ത കഥ ടീച്ചർ പറഞ്ഞുതരാം. അത് കേട്ട് കഴിയുമ്പോ മോൾക്കെല്ലാം സഹിക്കാനാവും. ഐസക്കിന്റെ ഈ ഭ്രാന്തമായ ആവേശം എപ്പോഴാ കെട്ടടങ്ങാന്നറിയില്ല. ഇതിനു മുമ്പ് ഒരിക്കലും ഡാഡി എന്നോട് കണിശമായി പെരുമാറിയിട്ടില്ല. പക്ഷെ ഇപ്പോ എല്ലാവർക്കും സ്വന്തം എന്നത് പ്രിയങ്കരമാണ്. ഗ്ലാഡിമോളുടെ ഡാഡിക്ക് മോള് സ്വന്തമാകണം. ഐസക്കിന് സ്വന്തം അച്ഛനമ്മമാരെ കാണണം. എല്ലാവർക്കും വേണം ആരെങ്കിലുമൊക്കെ സ്വന്തമായിട്ട്. പക്ഷെ ടീച്ചർ, ഒന്ന് സ്വന്തമായി തീരുമ്പോ മറ്റൊന്ന് നഷ്ടപ്പെടാന്ന് വന്നാൽ ആ നഷ്ടത്തിനെയും സ്വന്തമാക്കണം. നീ ദുഃഖിക്കണമെന്നല്ല പറയുന്നത്. ജീവിതം വളരെ വിചിത്രമാണ്. ഒരിക്കലും അതിന് വഴങ്ങരുത്. എല്ലായ്പ്പോഴും പൊരുതി നിൽക്കണം. ലൂസിക്കുഞ്ഞ് എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്താ ലൂസിക്കുഞ്ഞ് ഇങ്ങനെ? ഇടയ്ക്കൊക്കെ രാഘവേട്ടനെ വഴക്കെങ്കിലും പറ. ലൂസിക്കുഞ്ഞിന്റെ ഐസക് സാറിന്റെ വഴക്ക് കേൾക്കാനാ രാഘവേട്ടൻ ഇവിടെ നിൽക്കുന്നത്. രാഘവേട്ടന് വേറെ ആരാ ഉള്ളത്? ഞാൻ ഓരോന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കാവുണ്ടല്ലേ. രാഘവേട്ടൻ വിചാരിച്ചത് രാഘവേട്ടൻ മാത്രമേ പാവുള്ളൂ. എല്ലാവരും പാവങ്ങളാ. ലൂസിക്കുഞ്ഞ് അറിയൂ, ഐസക് സാർ കുഞ്ഞായിരുന്നപ്പോ രാഘവേട്ടൻ മാത്രം ഉണ്ണിന്നാ വിളിച്ചിരുന്നേ. എന്റെ രാഘവേട്ടന്റെ ഉണ്ണി രാഘവേട്ടന്റെ തോളോളം മാറുന്നു. വലിയ ഡോക്ടറായപ്പോ രാഘവേട്ടൻ സാറേന്ന് വിളിക്കാൻ തുടങ്ങി. എന്റെ ഉണ്ണി പോയതിൽ എനിക്ക് വിഷമമില്ലെന്നാണ്. പക്ഷെ നമ്മളെ വിട്ടിട്ട് അവൻ എവിടെയും പോവില്ല. എന്റെ ഉണ്ണി വരും. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും സംഘടിപ്പിക്കാനായില്ല. പക്ഷേ നമുക്കൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ടുകെട്ടിയ അനാഥാലയത്തിന്റെ റെക്കോർഡുകളിൽ നിന്നും നിന്റെ അമ്മയുടെ പേര് കിട്ടിയിട്ടുണ്ട്.
അവരുടെ പേര് സാറാ തോമസ് എന്നാണ്. സാറാ തോമസ്. അവരൊരു കോളേജ് അധ്യാപികയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ അപ്രോച്ച് ചെയ്യാം. അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ രജിസ്റ്ററിൽ കാണുന്നില്ല. രജിസ്റ്ററിൽ കോളേജിന്റെ അഡ്രസ് ഒന്നുമില്ല. ഇല്ല, അവർ കൊടുത്തിരുന്നത് അനാഥാലയത്തിന്റെ അഡ്രസ്സാണ്. ഐസക് നാട്ടിലേക്ക് പോയിക്കോളൂ. ഞാൻ എത്രയും വേഗം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടാം. ശരി. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ, ഈ കാര്യത്തിൽ മോൾ എന്നെ അനുസരിക്കണം. എന്തൊക്കെയായാലും എന്റെ മോളെ ഞാൻ ഒരു അനാഥന് കൊടുക്കില്ല. ഡാഡിയെ ഞാൻ അനുസരിക്കാം. പക്ഷേ ഐസക് ഇല്ലെങ്കിൽ എനിക്കൊരു വിവാഹ ജീവിതമില്ല. ഞാൻ കർത്താവിന്റെ മണവാട്ടിയാവും ഡാഡി. പറഞ്ഞു എനിക്ക് സെലക്ഷൻ അറിഞ്ഞൂടാന്ന്. ദാ നോക്ക് എന്ത് പാച്ച. ഇതാർക്ക ഒരു കുഞ്ഞുടുപ്പ്? ഇത് ഡാഡിക്കാ? പാക്ക് ചെയ്തപ്പോ അറിയാതെ പെട്ടതായിരിക്കും. ഇതെന്തിനാ ഡാഡി? നമുക്ക് തിരിച്ചു കൊടുക്കാം. 6275. ഡാഡി എന്റെ ബില്ല് പേ ചെയ്തോളാം. ഇനി ഇത് തിരിച്ചു കൊടുക്കണ്ട. എന്നിട്ട് എന്തിനാ? ഡാഡിക്ക് കൊടുക്കാനാ? അത് ഡാഡിയുടെ മോൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ അവക്ക്. അത് അവനാണെങ്കിലോ ഡാഡി? ഞാൻ കർത്താവിന്റെ മണവാട്ടിയാവും ഡാഡി. മോളെ, മോള് കർത്താവിന്റെ മണവാട്ടിയാവണ്ട. മോളുടെ ഇഷ്ടത്തിനവരായി ഡാഡി ഒന്നും ചെയ്യില്ല. ഡാഡിക്ക് മോളോട് ദേഷ്യമുണ്ടോ?